സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു സംഘടന, അങ്ങനെ ഒരു സംഘടന കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ കേരള മുസ്ലിങ്ങളുടെ ചരിത്രവും ചിത്രവും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ ആകുമായിരുന്നു. വളരെ കൃത്യമായിട്ട് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഭൗതിക നമ്മളിവിടെ പണിക്ക് ജോലിക്ക് വരുന്ന നമ്മുടെ സഹോദരന്മാരോട്, ബംഗാളികളായ സുഹൃത്തുക്കളോട്, ആസാമിൽ നിന്ന് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളോട്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സുഹൃത്തുക്കളോട് ഒരു ഫാത്തിഹ സൂറത്ത് ശരിയായ രൂപത്തിൽ ഓതണ്ട, എങ്ങനെയെങ്കിലും ഒരു ഫാത്തിഹ സൂറത്ത് ഓതാൻ വേണ്ടി അവരോട് പറഞ്ഞാൽ അവർ പ്രയാസപ്പെടുകയാണ്. ഇനി അവര് പരിശുദ്ധ ഖുർആൻ സമ്പൂർണമായി മനഃപ്പാടമാക്കിയ ആളുകളാണെങ്കിൽ തന്നെ അവർക്ക് ഖുർആൻ യഥാവിധി ഓതാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. അവർക്ക് നിസ്കാരത്തിൻ്റെ ഫറലുകൾ അറിയില്ല, ഷർത്തുകൾ അറിയില്ല. അവർക്ക് യാതൊരു മതപരമായ വിദ്യാഭ്യാസവും അവർക്ക് ലഭിച്ചില്ല, ഭൗതികമായ വിദ്യാഭ്യാസവും അവർക്ക് ലഭിക്കണില്ല. 80% ആളുകൾക്കും എന്നാൽ കേരളത്തിൻ്റെ ചിത്രം എന്താ, കേരളത്തിൻ്റെ ചരിത്രം എന്താ? എല്ലാ നിലക്കും ഉന്നതമായ നിലയിൽ നമ്മുടെ സഹോദര മതക്കാരായ നമ്മുടെ സഹോദര മതങ്ങളോടൊപ്പം നമുക്ക് എത്താൻ കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഘടനയുടെ ദീർഘവീക്ഷണമുള്ള മഹാരഥന്മാരായ ആളുകളുടെ ആ നേതൃത്വത്തിലുള്ള ഈ സംഘടനയുടെ ഒരു ബലം കൊണ്ടാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അലവി ഫൈസി സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ദൗത്യം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ദൗത്യവും നമ്മുടെ ഉത്തരവാദിത്വം കൂടി വരികയാണ്, കുറയല്ല ചെയ്യണത്, കൂടി വരിക. ഈ സംഘടനയ്ക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള അശ്രാന്ത പരിശ്രമവും നമ്മളിൽ നിന്നുണ്ടാകണം. പ്രത്യേകിച്ച് SKSSF കേരളത്തിൽ വളരെ മാതൃകാപരമായി വളരെ സുസ്ഥിരമായ നിലയിൽ നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി SKSSF. വളരെ നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കതിൻ്റെ ചരിത്രം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം ബോധ്യമാണ്. അങ്ങനത്തെ ഈ സംഘടനയുടെയും ഇതിൻ്റെ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പോഷക സംഘടനകളുടെ മുഴുവൻ്റെയും ഉത്തരവാദിത്വം വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ ഖിയാമത്ത് വരെ, നമ്മുടെ മഹാന്മാരായ ആളുകൾ എപ്പോഴും പറയുന്നത് പോലെ ഖിയാമത്ത് വരെ ഈ സംഘടന അതിൻ്റെ എല്ലാ നിലക്കുള്ള അജയ്യതയും നിലനിർത്തിക്കൊണ്ട് അതിന് സഹായികളായി പ്രവർത്തിക്കാനുള്ള എല്ലാ നിലക്കുള്ള തൗഫീഖും അനുഗ്രഹവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്